ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ വിഴിഞ്ഞം സീപോർട്ട് ജോബ് അപ്ഡേറ്റ് 2024ലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് വിജയമൂർത്തി. ഞാനിന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജോലി സംബന്ധിച്ച് നിങ്ങൾ സ്ഥിരമായി ചോദിക്കുന്ന നിരവധി സംശയങ്ങൾ, അതിനെല്ലാം എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ മറുപടി നൽകാനാണ് ശ്രമിക്കുന്നത്. മാത്രമല്ല, ഈ അപേക്ഷകൾ എവിടെയാണ് നൽകേണ്ടത്, ട്രെയിനിങ് കഴിഞ്ഞാൽ ജോലി ലഭിക്കുമോ, പോർട്ടുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പുറത്തുനിന്നും പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നു അവർക്ക് ജോലി ലഭിക്കുമോ തുടങ്ങി ചില ആളുകൾ ചോദിക്കുന്നു എനിക്ക് 35 വയസ്സ് കഴിഞ്ഞു, ജോലി ലഭിക്കാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ നിരവധി സംശയങ്ങൾക്ക് ഞാൻ ഈ ചാനലിലൂടെ മറുപടി നൽകുന്നു. നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും വീഡിയോ കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് ഏവർക്കും ജോലിക്ക് വേണ്ടി ചെയ്യുന്ന ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ അടുത്ത ജോലിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വിവരങ്ങൾ ഈ വീഡിയോ നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഉടനെ നിങ്ങൾക്ക് ജോലിക്ക് അപേക്ഷിക്കാനും കഴിയും. വിഴിഞ്ഞം സീപോർട്ടിൽ ട്രയൽ റൺ ആരംഭിച്ചു കഴിഞ്ഞു. കപ്പലിൽ നിന്നും കണ്ടെയ്നറിൽ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നു. ഇത് കാരണം വിഴിഞ്ഞം പോർട്ടിൽ യുവാക്കൾക്ക് എന്തെല്ലാമാണ് ജോലി സാധ്യതയുള്ളത്. നിങ്ങൾ പോർട്ടിനകത്ത് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അസാപ് വഴിയുള്ള ട്രെയിനിങ് കോഴ്സുകൾ പഠിച്ചാൽ നേരിട്ട് പോർട്ടിൽ പ്രവേശിക്കാൻ കഴിയും. കൂടാതെ പോർട്ടിന് പുറത്ത് വരുന്ന കമ്പനികളിലും അസാപ്പിൻ്റെ ട്രെയിനിങ് സെൻറ്ററിൽ പഠിക്കുന്നവർക്ക് അവർ തന്നെ പ്ലേസ്മെൻറ്റ് നൽകും. അസാപ്പിൻ്റെ തുടർന്നുള്ള ട്രെയിനിങ് ക്ലാസ്സുകൾ 2024 ഓഗസ്റ്റ് മാസം ആരംഭിക്കും. രണ്ടാമത്തെ ബാച്ചിലേക്കുള്ള നിരവധി അപേക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കും. ഏകദേശം 2024 ഓഗസ്റ്റ് മാസം ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോർട്ടിനുള്ളിലെ 700 വേക്കൻസിയിൽ ആദ്യ ബാച്ചിൽ ഉദ്യോഗാർത്ഥികളെ എടുത്തിട്ടുണ്ട്. അസാപ്പിൻ്റെ അപേക്ഷകൾ വളരെയധികം കിട്ടിയിട്ടുണ്ടെങ്കിലും പ്രദേശവാസികൾക്ക് മുൻഗണന നൽകിക്കൊണ്ടായിരിക്കും ട്രെയിനിങ് കോഴ്സുകൾ ആരംഭിക്കുക. പുതുതായി പണി കഴിപ്പിച്ച അസാപ്പ് സെൻറ്ററിലായിരിക്കും ഇനിയുള്ള ട്രെയിനിങ് നടക്കുന്നത്. ഇവിടെ പണി കഴിപ്പിച്ച 2 നില കെട്ടിടത്തിൽ ഹോസ്റ്റൽ സംവിധാനമുണ്ട്. അസാപ്പിൻ്റെ ഉദ്ഘാടനം നടന്നെങ്കിലും ഓഫീസ് പ്രവർത്തനങ്ങൾ ഇനിയും വൈകാനാണ് സാധ്യത. അസാപ്പ് കെട്ടിടത്തിനുള്ളിൽ യുവാക്കളെ പഠിപ്പിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഇതുവരെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആഗസ്റ്റ് മാസം ട്രെയിനിങ് കോഴ്സ് ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്ന ചില സംശയങ്ങൾ. ഒന്നാമത്തേത്, ഞാൻ ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ പഠിച്ചിട്ടുണ്ട്, വിവിധ തരം ക്രൈനുകളുടെ പരിശീലനമുണ്ട്, ക്രൈൻ ഓപ്പറേറ്റർ കോഴ്സ് പഠിച്ചിട്ടുണ്ട്, ഓയിൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നു, ലിഫ്റ്റ് ഓപ്പറേറ്റർ കോഴ്സുകൾ കഴിഞ്ഞു. ഇത്തരം ചോദ്യങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അതിനുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം അദാനിയുടെ മെയിൽ ഐഡിയിൽ നിങ്ങളുടെ CV ഉൾപ്പെടെ നൽകിയാൽ നിങ്ങളെ അദാനിയുടെ ഓഫീസിൽ നിന്നും നേരിട്ട് വിളിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ മെയിൽ ID ഞാൻ ഇതിനു മുമ്പ് കൊടുത്തിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടി പറയാം. hr.avppl@adani.com. രണ്ടാമത്തത്, കോഴ്സ് കഴിഞ്ഞാൽ ജോലി ലഭിക്കുമോ? കോഴ്സ് കഴിഞ്ഞാൽ 80% പേർക്കും പോർട്ടിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ആദ്യത്തെ ബാച്ചിലെ മുഴുവൻ പേർക്കും ജോലി ലഭിച്ചു. പിന്നെ ചോദിക്കുന്നത് ഓൺലൈനായി കോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓൺലൈനായി കോഴ്സ് ഇല്ല, കാരണം ട്രെയിനിങ് ക്ലാസ്സാണ് നടക്കുന്നത്. ഓൺലൈനായിട്ട് ട്രെയിനിങ് നൽകാൻ പറ്റില്ലല്ലോ. ഓരോ കോഴ്സിൻ്റെയും ക്ലാസ് എപ്പോൾ തുടങ്ങും? ഓരോ കോഴ്സിനും കൃത്യമായി ട്രെയിനിങ് കാലാവധിയുണ്ട്. അതായത് 45 ദിവസം, 60 ദിവസം, 4 മാസം, 6 മാസം, 1 വർഷം എന്നിങ്ങനെയാണ് ഓരോന്നിനും ട്രെയിനിങ് പൂർത്തിയാകുന്നത്.
ഈ പൂർത്തിയാകുന്ന മുറയ്ക്ക് അടുത്ത ബാച്ചിലേക്ക് അവർ വിളിക്കും. അപ്പോൾ നിങ്ങൾ നേരത്തെ അപേക്ഷ നൽകിയില്ലെങ്കിൽ വീണ്ടും ഇത്രയും കാലം കഴിഞ്ഞല്ലേ പരിഗണിക്കുകയുള്ളൂ. അതിനാൽ എത്രയും വേഗം നിങ്ങൾ അപേക്ഷ നൽകുക. പിന്നെ അഞ്ചാമത്തത് ഏജ് ലിമിറ്റ്. 35 വയസ്സ് വരെയുള്ളവരെയാണ് അസാപ്പിലെ ട്രെയിനിങ്ങിന് വേണ്ടി എടുക്കുന്നത്. ഡ്രൈവർമാർക്ക് മാത്രമാണ് 40 വയസ്സ് വരെയുള്ളത്. ഇത് കഴിഞ്ഞുള്ളവർ അദാനിയുടെ മെയിൽ ഐ ഡിയിൽ സിവിയും സർട്ടിഫിക്കറ്റും പ്രധാനമായും എക്സ്പീരിയൻസ് ഉൾപ്പെടെ നൽകുക. ഇതിൽ കൂടുതലായി എക്സ്പീരിയൻസ് ഉള്ളവരെ പരിഗണിക്കുന്നുണ്ട്. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് ഏത് കോഴ്സിന് അപേക്ഷ നൽകാം എന്നുള്ള വിവരം മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോ മുഴുവനായി കാണുന്നവർക്ക് മനസ്സിലാകും. ഇതുവരെയും അസാപ്പ് വഴി എന്തെല്ലാം തൊഴിലുകളാണ് പ്രഖ്യാപിച്ചു എന്ന് നോക്കാം. കമ്പ്യൂട്ടർ കോഴ്സ്, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്, ഹൗസ് കീപ്പിംഗ് തുടങ്ങിയ കോഴ്സുകൾ പോർട്ടിന് പുറത്തുള്ള ജോലികൾക്ക് വേണ്ടിയും പോർട്ടിനുള്ളിലായി ലാഷർ, ITV, 10ാം ക്ലാസ്സും +2 പാസ്സായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ലാഷർ, ITV തുടങ്ങിയ കോഴ്സുകൾ. ഡിഗ്രി പഠിച്ചിട്ടുള്ളവർക്ക് ഇപ്പോൾ പ്രധാനമായും കോഴ്സ് ചെയ്യാൻ പറ്റുന്നത് ഡിപ്ലോമ വെയർഹൗസ് മാനേജ്മെൻറ്റാണ്. ആ കോഴ്സിനാണ് കൂടുതൽ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ളത്. കൂടാതെ BTech, ഡിഗ്രി, PG പഠിച്ചവർക്കായി ഒരു കോഴ്സ് കൂടി വരുന്നുണ്ട്. POT, അതായത് പോർട്ട് മാനേജ്മെൻറ്റ്, ടെർമിനൽ ഓപ്പറേറ്റർ മാനേജ്മെൻറ്റ് കോഴ്സിനെക്കുറിച്ച് നിരവധി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ മുഴുവനായി കാണുക. 10ാം ക്ലാസ് മുതൽ +2 വരെയും ITI ഡിപ്ലോമക്കാർക്കും അത് കഴിഞ്ഞ് ഡിഗ്രി, BTech, PG പഠിച്ചവർക്കും തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ എവിടെയാണ് അപേക്ഷ നൽകേണ്ടതെന്നല്ലേ നിങ്ങൾ മിക്കവാറും ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. വിഴിഞ്ഞം മുക്കോലയിലെ അസാപ്പ് സെൻറ്ററിലാണ് അപേക്ഷ നൽകേണ്ടത്. അത് കൃത്യമായി പറഞ്ഞാൽ മുക്കോല ജംഗ്ഷനിലെ കാനറ ബാങ്കിൻ്റെ ഓപ്പോസിറ്റായി കാണുന്ന 2 നില ബിൽഡിംഗ്, ആ സെൻറ്ററിലാണ് അസാപ്പ് പ്രവർത്തിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് അപേക്ഷ നേരിട്ട് കൊണ്ടുപോയി നൽകാം, അല്ലെങ്കിൽ പോസ്റ്റൽ വഴി നൽകിയാലും മതി. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി അപേക്ഷയിലെ ഫോൺ നമ്പറിൽ നിങ്ങളെ വിളിച്ച് അസാപ്പിലെ ഉദ്യോഗസ്ഥർ അറിയിക്കും. അറിയിപ്പ് ലഭിച്ച് സെൻട്രലിൽ വരുമ്പോൾ അവിടുത്തെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളോട് വിശദമായി പറഞ്ഞ് മനസ്സിലാക്കും. അടുത്ത ക്ലാസ് തുടങ്ങുന്ന ദിവസം നിങ്ങളെ അറിയിക്കും. കോഴ്സ് പഠിക്കാൻ വരുമ്പോൾ ഫീസ് അടച്ചാൽ മതി. നേരത്തെ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഫീസുകൾ ഓൺലൈനായി മാത്രമാണ് അടയ്ക്കേണ്ടത്. ഓരോ ദിവസത്തെയും ട്രെയിനിങ് ക്ലാസ്സുകൾ പ്രധാനപ്പെട്ടവയാണ്. എല്ലാ ദിവസവും ക്ലാസ്സിൽ വരണം. ട്രെയിനിങ് ക്ലാസ്സുകൾ കഴിഞ്ഞാൽ പരീക്ഷയും ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കും. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പോർട്ടിലും അനുബന്ധ സ്ഥലങ്ങളിലും ജോലി എടുക്കുന്നത്. ഇത്രയുമാണ് നിങ്ങൾ നൽകിയ ചോദ്യത്തിന് ഉത്തരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വിവരങ്ങൾക്കായി ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നന്ദി, നമസ്കാരം.